ഹലോ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ പൊട്ടറ്റോസിന്റെ ഫസ്റ്റ് ഫ്ലൈയിങ് എങ്ങനെയായിരുന്നു എന്നല്ലേ. ഇത് ബേബീസിന്റെ ഇയർ മഫ്സ് ആണ്. ഫ്ലൈറ്റിൽ ടേക്ക് ഓഫിന്റെയും ലാൻഡിങ്ങിന്റെയും ടൈമില് പ്രഷർ റിലീഫിന് വേണ്ടിയിട്ട് വെക്കാനുള്ളതാണ് അത്. ഇത് ബേബീസിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ കിട്ടണതാട്ടോ. ഫ്ലൈറ്റിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നതിനൊപ്പം തന്നെ ബേബീസിന് ഇടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതിയ ഇയർ മഫ്സ് ഒക്കെ വെച്ചിട്ട്? കൊള്ളാമോ? കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ 2 ബേബീസ് നല്ല ഉറക്കായിട്ടോ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കറക്റ്റ് ടൈമിൽ തന്നെ പിള്ളേർ ഉറങ്ങിയോണ്ട് ഒരു പ്രശ്നം കൂടാണ്ട് ഫുഡ് കഴിക്കാൻ പറ്റും. ഞാൻ ഓർഡർ ചെയ്തത് ബീഫ് മീൽസ് ആണ് കേട്ടോ. മിജോനും അമ്മച്ചും ചിക്കൻ മീൽസും. സംഭവം നല്ല ഫുഡായിരുന്നു. എനിക്ക് പിന്നെ ചിക്കനെക്കാട്ടും ഇഷ്ടമായത് ബീഫ് തന്നെയാണ്. അതിന്റെ ഒപ്പം തന്നെ അടിപൊളി ഒരു ഡെസേർട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിലെ ബേബി ചേഞ്ചിങ്ങിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവർക്ക് ഇങ്ങനെ പാല് കൊടുത്തേന്ന് അറിയണ്ടേ. പുറത്തു പോകുമ്പോ ഞങ്ങൾ മോസ്റ്റ്ലി യൂസ് ചെയ്യാറ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബോട്ടിൽസ്. ഇത് അപ്റ്റമലിന്റെ ടാബ്ലറ്റ് ഫോം ആണ് കേട്ടോ. 1 ടാബ്ലറ്റ് 1 സ്കൂപ്പ് അങ്ങനെയാണ് കണക്ക്. ഞങ്ങൾ 120 ml എടുക്കുന്നത് കൊണ്ട് ഒരാൾക്ക് 4 ടാബ്ലറ്റ്സ് വെച്ചിട്ടാണ്. ഈ ടാബ്ലറ്റ്സ് എന്നൊക്കെ പറയണതുള്ളൂ. സംഭവം അപ്റ്റമലിന്റെ പൗഡർ കംപ്രസ് ചെയ്ത ഒരു ടൈപ്പ്. ഞങ്ങൾക്ക് ദോഹയിൽ ചേഞ്ച് ഓവർ ആണ് കേട്ടോ. ആകെ കൂടി 45 മിനിറ്റ്സ് ആണ് ലേ ഓവർ ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ടൈം ഫ്ലൈറ്റിന് ചേഞ്ച് വന്നതുകൊണ്ട് ലേ ഓവറിന്റെ ടൈമും ചേഞ്ച് ആയി പോയി. ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ് യാത്ര ഞങ്ങൾക്ക് ഇത്തിരി പാടായിരുന്നു. ഞങ്ങൾക്ക് ബേസിനെറ്റ് സീറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബേബീസിന് ഇത്തിരി കംഫർട്ട് കുറവായിരുന്നു. അങ്ങനെ ഏർലി മോർണിംഗ് 2:45 കൂടി ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ട് എത്തിട്ടോ. ഇതാണ് നമ്മുടെ പൊട്ടറ്റോസിന്റെ ഫസ്റ്റ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ്. ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോസിൽ കാണാം. അപ്പൊ ശരി, see you then.